എല്ലാവർക്കും ബ്രെഡിൽ നിന്നും പ്രോൺസ് കറിയിൽ നിന്നും ഞാൻ സ്വാഗതം പറഞ്ഞു തുടങ്ങുകയാണ്. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ ഉമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. നമ്മുടെ ജിരിച്ചേട്ടൻ അവിടെ ഉണ്ട്. ഹായ്, നമസ്കാരം. ഗുഡ് മോർണിംഗ്. എനിക്ക് വേണ്ടി ഇവിടെ ഓംലേറ്റ് ഉണ്ടാക്കണം കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം? ഇവിടെ അടുക്കള ഭാര്യ ഇവിടെ ഇല്ല കേട്ടോ. അപ്പൊ പുള്ളിയുടെ അടുക്കള വൃത്തികേടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് അടച്ചാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, സാധാരണ ആണുങ്ങളുള്ള അടുക്കള എല്ലാം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. കുറച്ച് മെസ്സിയാണ് പൊതുവെ. ആണുങ്ങൾക്ക് ഈ ഓർഡർ ചെയ്ത് വെക്കാനൊക്കെ എന്ന് പറയുമ്പം എൻ്റെ വീട്ടിലായാലും എൻ്റെ റൂം ചില സമയത്ത് ഭയങ്കര മെസ്സിയാണ് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ യാത്ര തുടങ്ങുവാണ്. ഞാനിപ്പോൾ വേറൊരു സ്ഥലത്ത് ഹാർണ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോകും. അവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഹിച്ചൈക്ക് ചെയ്ത് ഞാൻ ഡെൻമാർക്ക് ഭാഗത്തോട്ടാണ് യാത്ര. അതാണ് കേട്ടോ ഇന്നത്തെ യാത്ര. അങ്ങനെ ഞാൻ ഇന്ന് പോകുന്ന സ്ഥലം മാൽമോ വഴി ഡെൻമാർക്ക്. ചിലപ്പം മാൽമ ക്രോസ് പോയില്ല എന്ന് വരും. നേരെ ഡെൻമാർക്കിലോട്ട് എൻ്റർ ചെയ്യും, അല്ലെങ്കിൽ മാൽമ കയറിയിട്ട് ഡെൻമാർക്ക് പോകും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബനാന. താങ്ക് യു ഫോർ ഹോസ്റ്റിംഗ് കേട്ടോ. ശരി, എന്നാ സന്തോഷം. സേഫ് ജേർണി. താങ്ക് യു. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ അവരുടെ ഫാമിലിയൊക്കെ അയർലൻഡിലാണ് കേട്ടോ. അവർ വെക്കേഷൻ ആയതുകൊണ്ട് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഞാനിനി ട്രെയിൻ എടുത്ത് 3 ട്രെയിൻ കയറണം കേട്ടോ. എനിക്ക് ഞാൻ രാവിലെ ട്രെയിൻ എടുക്കാനായിട്ട് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നു. താങ്ക് യു. രാവിലെ ട്രെയിന് നല്ല അത്യാവശ്യം തിരക്കുണ്ട്. രാവിലെ ഓഫീസ് ടൈം ആയതുകൊണ്ട്. മാത്രമല്ല ഞാൻ അവിടെ നിന്നല്ലേ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ടിക്കറ്റ് വാലിഡ് ആവുന്നത് 75 മിനിറ്റ് എന്തോ ആണ് കേട്ടോ. 75 എത്ര മിനിറ്റാണ്? അതായത് 450 രൂപ ഇല്ല കേട്ടോ. 400 രൂപ അടുപ്പിച്ച് ഇന്ത്യൻ രൂപ ആവും. 4 യൂറോ ആണ്. പക്ഷേ ഞാൻ ബാങ്ക് കാർഡ് 43 ക്രോണറാണ്. അതായത് 4 യൂറോ ആണ് സംഭവം. അതിന് വരുന്നതെന്ന് പറയുമ്പം എനിക്ക് 9 മണി വരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 9 മണി വരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഇപ്പം സമയം രാവിലെ 8 മണി. ഇനി 1 മണിക്കൂർ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 75 മിനിറ്റ് കേട്ടോ. 75 മിനിറ്റേ ഉള്ളൂ. പക്ഷേ എൻ്റെ ജേണി 75 മിനിറ്റ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ അഥവാ ചക്കര വല്ലതും വന്നാൽ ഞാൻ പറയും, അയ്യോ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ, ഒരു 10-20 മിനിറ്റ് കൂടിപ്പോയി എന്ന് പറയും. അങ്ങനെ വല്ലതും നോക്കാം കേട്ടോ. വേറെ വഴിയില്ല. അല്ലെങ്കിൽ വീണ്ടും ടിക്കറ്റ് എടുക്കണം, വീണ്ടും 10-5 രൂപ എടുക്കണം. ഇതാകുമ്പോൾ ഒരു ചെറിയൊരു കള്ളം പറഞ്ഞാൽ മാത്രം മതി. ഇതിനിടയിൽ എൻ്റെ നെറ്റ് എന്തോ പെട്ടെന്ന് വർക്കാവുന്നില്ല. ഞാൻ ലാറ്റ്വിയിൽ നിന്നെടുത്ത സിം കാർഡാണ് കേട്ടോ ഇത്രയും ദിവസം നെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവസാനം എനിക്ക് നെറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ആളുകളുടെ മുഖം നോക്കി അവസാനം നമ്മുടെ രാജ്യത്തിലെ കാരൻ്റെ മുഖം കണ്ടപ്പോൾ ഞാൻ അവിടെ പോയി ചോദിച്ചു. ഞാൻ പുള്ളി വൈഫൈ വന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഈ സമയത്ത് എത്തുമെന്ന്. ഈ കാണുന്ന ട്രെയിനാണ് കേട്ടോ. ഈ കാണുന്ന ട്രെയിനിലാണ് ഞാൻ പോകുന്നത്. ഇനിയിപ്പോൾ എനിക്ക് ഒരു ഇൻ്റർചേഞ്ചും കൂടെ ഉണ്ട്. 3ാമത്തെ ട്രെയിൻ കൂടെ എടുക്കണം. ഞാൻ എൻ്റെ അടുത്ത ഇൻ്റർചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ കാണുന്നത് നമ്മൾ പാലം വെച്ചാണ് കേട്ടോ ഇങ്ങോട്ട് കണക്ട് ചെയ്തത്. ഇത് വേറെ ഒരു ഐലൻഡാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ വന്നപ്പോൾ സ്റ്റോക്ക്ഹോമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്ക്ഹോം എന്ന് പറയുന്നത് ഐലൻഡുകൾ കൊണ്ടുള്ള ഒരു സ്ഥലമാണ്. 1,00,000 ലേക്കുകൾ ഈ രാജ്യത്ത്, നമ്മുടെ സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്ത് 1,00,000 ലേക്കുകളുണ്ട്. ഇവിടെ തന്നെ 14 വലിയ ഐലൻഡുകൾ അത് പാലമിട്ടിട്ടാണ് ഈ സ്റ്റോക്ക്ഹോം എന്ന് പറയുന്ന വലിയൊരു നഗരം ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഹെൽസിങ്കിയെ കാട്ടി വലിയ നഗരം കൂടിയാണ് കേട്ടോ സ്റ്റോക്ക്ഹോം. അപ്പോൾ ഞാൻ സിറ്റി സെൻറ്ററിൽ ഞാൻ സത്യത്തിൽ സ്റ്റോക്ക്ഹോം വന്നിട്ട് ഇവിടുത്തെ സിറ്റി സെൻറ്റർ പോയി കണ്ടില്ല കേട്ടോ സത്യത്തിൽ. അപ്പോൾ അതൊക്കെ നെക്സ്റ്റ് തവണ വരുമ്പോൾ പോയി കാണാം. ഞാനങ്ങനെ ഹാർണ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഹാർണ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഹാർണയെ എങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തണമെന്ന് പറയുമ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ പച്ചമലയാളത്തിൽ പട്ടിക്കാടെന്ന് പറയില്ലേ, അതുപോലുള്ള ഒരു സ്ഥലം. നമ്മുടെ നാട്ടിലെ പട്ടിക്കാടെന്ന് പോലത്തുള്ള ഒരു വളരെ അധികം ഇവിടെ തന്നെ. അവിടെ നിന്ന് ഇപ്പോൾ ഞാനൊരു ലാസ്റ്റത്തെ ഒരു ടൗൺ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ മണിക്കൂറിലൊരു ട്രെയിനേ ഉള്ളൂ. ഭാഗ്യത്തിന് അത് എനിക്ക് മിസ്സായില്ല. അത് മിസ്സായിരുന്നെങ്കിൽ പണി കിട്ടിയേനെ. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എൻ്റെ നെറ്റും പോയി. ഇനി ആരുടെടുത്തെങ്കിലും നെറ്റ് ചോദിച്ചാൽ മാത്രമേ എനിക്ക് ഫ്രണ്ടിൻ്റെ കോൺടാക്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. ഇവിടെ ഒരു ബസ്സൊക്കെ ഉണ്ട് കേട്ടോ, ബസ് സ്റ്റാൻഡ്. ഞാൻ ആരെടുത്ത് ചോദിക്കാൻ? ഹലോ, സോറി, I don't have internet. Can I get the internet from you if you don't mind? Internet? Yeah. Yeah, I don't have. I can't share. No worries. Thank you. No. അപ്പോൾ ആരുടെടുത്തെങ്കിലും ഇനി നെറ്റ് വയ്ക്കണമല്ലോ. പുള്ളിക്കാരിയുടെ അടുത്തില്ല കേട്ടോ. വൈഫൈ കിട്ടി. ഞാൻ വന്ന സ്ഥലം മാറിപ്പോയി കേട്ടോ. ഞാൻ അപ്പുറത്തെ ഭാഗത്ത് വേണം പോകാനായിട്ട്.
ഈ കാണുന്ന ഒരു മെയിൻ ട്രെയിൻ ലൈനും കൂടിയാണ് കേട്ടോ. ഇത് നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ട്രെയിൻസ് സൗത്ത് ഭാഗത്തോട്ട് പോകുന്ന ഇതാണ്. ഞാൻ ഇന്നത്തേക്ക് പോകാനായിട്ട് അവൾ എന്നെ തേടി ഇങ്ങോട്ട് വന്നു കേട്ടോ. അവൾ കാണാത്തോണ്ട് അവള് നെറ്റില്ലായിരുന്നല്ലോ, എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഹലോ. Namaste. Oh, okay. Sorry. Namaste. Namaste. How are you? I'm good. Just I very have some sleepy. hitchhiking board. Malmö. I cancel my belt. സിന്ധിയുടെ വണ്ടി കയറി സീറ്റ് ബെൽറ്റ് ഇട്ടു. അവസാനം ഇത് സെൻസർ ആയതുകൊണ്ട് ബാഗ് കിടക്കുന്നതുകൊണ്ട് ബാഗിന് സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. സെൻസർ കാരണം ബാക്ക് പാക്കിനും കൂടെ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. സിന്ധി, tell me about you. How are you? I'm good and very sleepy. So I had to wake up very early. Last night you slept very late. Yeah. I remember. അങ്ങനെ സിന്ധി എന്നെ ഇന്ന് ഹിച്ചക്കിങ് സ്പോട്ടിലൊക്കെ കൊണ്ടാക്കും. സിന്ധിക്ക് ഉച്ചയ്ക്ക് വർക്കുണ്ട്. ഞാൻ ഇന്നലെ ഇവിടെ വരാമെന്ന് പറഞ്ഞാണ്. ജാസ്തി ഇന്നലെ വന്നില്ല. അതുകൊണ്ട് പിന്നെ ഇന്ന് രാവിലെ വന്നിട്ട് ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. പുള്ളിക്കാരി ലാറ്റ്വിയക്കാരിയാണെങ്കിൽ ഇവിടെ 10-13 വർഷമായിട്ട് യാത്ര ചെയ്യുന്നു. എന്നെ പുള്ളിക്കാരി കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മുമ്പ് ലാറ്റ്വിയയിലൊക്കെ വന്നപ്പോൾ എന്നെ വിളിച്ചായിരുന്നു. അപ്പോഴും ഞാൻ മീറ്റ് ചെയ്തില്ല. അപ്പോൾ പുള്ളിക്കാരി ഇവിടെയായിരുന്നു അപ്പോഴൊക്കെ താമസിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പം മീറ്റ് ചെയ്തു. അതാണ്. യു ബീൻ ടു ഇന്ത്യ, റൈറ്റ്? Yes. You spent long time? 3 months first time. And you did yoga. Second one, so 4 and 5 in total. 5 months in India. How did you like India? But you didn't come to Kerala, right? Kerala, unfortunately not, but one day. You have to. Yes. But yeah, I was in like Rajasthan, Yeah. Pradesh, Uttarakhand, Odisha, West Bengal, West Bengal, Delhi as well. but no Kerala. So sad. Oh, land of gods. How did you like India? I loved India. Okay. I have forbidden myself to go to India next time until I get my degree, Okay. my motorbike driver's license, Okay. and confidence over my skills. You have to come here, okay? Otherwise, I like India so much. I will. Otherwise, I like India so much that I would be like What did you like most in India? What's the thing most? hospitality and food. Hospitality and food. Exactly. നമുക്ക് നല്ല ഹോസ്പിറ്റാലിറ്റി ഉണ്ട് കേട്ടോ. എസ്പെഷ്യലി ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാർ ഹോസ്പിറ്റാലിറ്റി ആണ്. ഫുഡും ഇന്ത്യയിൽ ധാരാളം വെറൈറ്റി വ്യത്യസ്തമായിട്ട്. Which city you like most in India? Out of your travel? I usually don't categorize things. Okay. Like, Still every place is special in their special. own Yeah, it's way. true. But Yeah, waiting for after birth. let me think. I would say Lucknow was nice. Lucknow, Uttar Pradesh. Yes, but also Jaisalmer. Jaisalmer. I like Jaisalmer. ജയ്സൽമേർ നമ്മുടെ രാജസ്ഥാനിലും ലക്നൗ ഉത്തർപ്രദേശാണ് കേട്ടോ പുള്ളിക്കാരിക്ക് ഇഷ്ടം. നമ്മളിപ്പോൾ ഇവിടുത്തെ വില്ലേജിലൂടെയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പട്ടിക്കാടെന്ന് ഉദ്ദേശിച്ചതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതായത് സാധാരണ ഒരു ഗ്രാമമാണ് കേട്ടോ. അതിനെയാണ് ഞാൻ തമാശ രൂപേണ പട്ടിക്കാടെന്നൊക്കെ പറഞ്ഞത്. നല്ല രസമുള്ള നേച്ചർ. സമ്മർ ആയതുകൊണ്ടാണ് ഇതുപോലെ മനോഹരമായിട്ട് നമുക്ക് തോന്നുന്നത്. ഈ കാണുന്ന ഗ്രാമം മുഴുവൻ കാടിനകത്താണ് കേട്ടോ. അതായത് സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ 70% കാടാണ് കേട്ടോ. 70% കാടുള്ള ഒരു രാജ്യമാണ്. ഫിൻലാൻഡിലായാലും 50-60% കാടാണ്. സ്വീഡനിൽ അതിൽ നിന്ന് കൂടുതൽ കാടുണ്ട്. ഞാൻ പിന്നെ ഒരു കാര്യം ഇന്നലെയാണ് കേട്ടോ മനസ്സിലാക്കിയത്. ഫിൻലാൻഡ് എന്ന് പറയുന്നത് സ്കാൻഡിനേവിയൻ രാജ്യമല്ല, നോർഡിക് രാജ്യമാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് 3 രാജ്യമാണ്: ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ. നോർഡിക് രാജ്യത്തിൽ പെടുന്നതാണ് നമ്മുടെ ഫിൻലാൻഡ് വരുന്നത്. നോർഡിക് രാജ്യങ്ങൾ എന്ന് പറയുമ്പം ഡെൻമാർക്ക്, സ്വീഡൻ, ഫിൻലാൻഡ്, നോർവേ, ഐസ്ലാൻഡും ഉണ്ട് കേട്ടോ. 4 രാജ്യങ്ങളാണ്. 5 രാജ്യങ്ങളാണ് നോർഡിക് രാജ്യം എന്ന് പറയുന്നത്. അപ്പം ഫിൻലാൻഡിനെ സ്കാൻഡിനേവിയൻ ആയിട്ട് പറയാൻ പറ്റൂല. അത് പല ആളുകൾക്കും അറിഞ്ഞുകൂടാ. അത് ഇന്നലെയാണ് എനിക്കും അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അതാണ്ട് നമ്മൾ കാട്ടിലൂടെ ഇപ്പൊ പോകുന്നത് ഇവിടുത്തെ ഒരു ഇസ്കോൺ ടെമ്പിൾ ആണ്. ഇസ്കോൺ ടെമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹരേ കൃഷ്ണനെ വർഷിപ്പ് ചെയ്യുന്ന ഒരു ഇതാണല്ലോ, നിങ്ങൾക്കറിയാലോ ഇസ്കോൺ ടെമ്പിൾ. അപ്പൊ അങ്ങോട്ട് നമ്മൾ പോവാണ്. ഇവിടെ ഒരു ഇസ്കോൺ ടെമ്പിൾ ഉണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുന്നേ ഇവിടെ കുറെ ഫെസ്റ്റിവലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ പുള്ളിക്കാരി പോയപ്പോൾ ഞാൻ അതൊക്കെ കണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് വരാനായിട്ട് പറ്റിയില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. രാവിലെ 4:30 തുറക്കും. 4:30 ഇസ്കോണിന്റെ പ്രാർത്ഥനകൾ തുടങ്ങുന്നത്.
tourism is not about traveling. Tourism is about making people to come to the place. Exactly. It's like And I was like, oh, but I like traveling. And now I kind of want to have a base, maybe somewhere. നമ്മൾ അൽമിക്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഹരേ കൃഷ്ണ, ദിസ് ഇസ് എ പാർക്കിംഗ്. No. Okay. So maybe you. ഇവിടെ ഹരേ കൃഷ്ണ എന്ന് പറയുന്ന ഒരു ബോർഡൊക്കെ തൂക്കിയിട്ടുണ്ട്. വരുന്ന വഴി തന്നെ ധാരാളം വിദേശ വനിതകൾ, അതായത് ഇവിടുത്തെ വനിതകൾ പൊട്ടൊക്കെ തൊട്ട് ഇവിടെ നിൽക്കുന്നവരാണെന്ന് തോന്നുന്നു, നടന്നു പോയത് കണ്ടായിരുന്നു. ഇവിടെ ആപ്പിൾ ഫാമൊക്കെ ആണല്ലോ ഈ കാണുന്ന ഭാഗത്ത്. ഒരു കുഞ്ഞു വില്ലേജ് ആണ് കേട്ടോ. കറക്റ്റ് റോഡ് പോലും ടാറിട്ടിട്ടില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ആകെ 1-2 വീടുകൾ. ഞാനങ്ങനെ നമ്മുടെ ഹരേ കൃഷ്ണയുടെ സ്ഥലത്ത് വന്നു. അപ്പോൾ അവരുടെ വോളണ്ടിയേഴ്സ് താമസിക്കുന്ന ഒരു സ്ഥലത്ത് വന്നു. അവിടെ നമ്മുടെ ഒരു തുർക്കിഷുകാരനുണ്ട്. ഹായ് ബ്രോ. അയ്യോ, I forgot to say greeting in your language. Salam. Selam, merhaba. Salam. Merhaba, merhaba. 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 Thank you. Teşekkür ederim. Teşekkür ederim. Rica ederim. You are very welcome. What's your name? Yasin. യാസീൻ. നമ്മുടെ ഇവിടെ ഹരേ കൃഷ്ണയുടെ ഇവിടെ വോളണ്ടിയറിങ് ചെയ്യാണ് കേട്ടോ. അതാ ഇവിടെ ഹരേ കൃഷ്ണയുടെ ഒരു ബോർഡൊക്കെ ഉണ്ട്. ഈ കാണുന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇവരുടെ ഹരേ കൃഷ്ണ ഇവരുടെ ടെമ്പിളിലോട്ട് കൊണ്ടുപോകും കേട്ടോ. സാവറ്റി, താങ്ക് യു സോ മച്ച്. It's like a part or it's like a form. It's പുള്ളിക്കാരൻ അങ്ങനെ അധികം അറിഞ്ഞുകൂടാ കേട്ടോ ഹരേ കൃഷ്ണയെക്കുറിച്ച്. അപ്പം ഞാൻ പുള്ളിക്കാരന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഇവരുടെ മോങ്ക്, പ്രധാനപ്പെട്ട ഫൗണ്ടറാണ് കേട്ടോ. നമ്മുടെ ഹരേ കൃഷ്ണയുടെ ഫൗണ്ടറാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും കേട്ടോ. പിന്നെ ഹരേ കൃഷ്ണ നമ്മുടെ നാട്ടിൽ പ്രസിദ്ധമല്ല. ഇത് നമ്മുടെ ഒരു ഭഗവത്ഗീതയാണ്. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറയുകയാണ് ഇതാണ് ഭഗവത്ഗീതയാണ് ഹരേ കൃഷ്ണയുടെ വേദഗ്രന്ഥമാണ്. അപ്പം ഇത് ഹിന്ദുസത്തിലെ വേദഗ്രന്ഥമാണ് ഭഗവത്ഗീത. നമ്മുടെ ഇവരുടെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഉദ്യാനം ഉണ്ടല്ലോ ഈ കാണുന്ന ഭാഗത്ത്. ഇവിടെ സ്വീഡിഷുകാർ മാത്രമല്ല, പോളിഷുകാർ, ലാറ്റ്വിയൻസ്, ജർമ്മൻസ്, മറ്റ് യൂറോപ്യൻസ് ധാരാളം പേര് ഇവിടെ ഉണ്ട്. ഇവിടെ കുറേ വോളണ്ടിയേഴ്സ് ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ നോട്ടീസ് ബോർഡൊക്കെയാണ്. നോട്ടീസ് ബോർഡ് ആരതിയുടെ സമയങ്ങൾ 4:30 മണിക്ക് മംഗലാരതി, പിന്നെ വൈകിട്ടാണ് കേട്ടോ. 8 മണിക്കുണ്ടായിരുന്നു, പിന്നെ ഉച്ചയ്ക്ക് ഒരു ആരതി ഉണ്ട്. Sorry? You can eat your ഫുഡ്. ഇത് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഏരിയ ആണ് ഇവിടുത്തെ. ഇവിടെ ഹോളി പിസ്സയൊക്കെ ഉണ്ടല്ലോ, ഹോളി പിസ്സ. ഇവിടെ നമ്മുടെ കുറച്ച് മതപരമായിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ. ഹരേ കൃഷ്ണ. Okay. What are you asking? Where are you from in Kerala? Okay, from Kerala. You know Trivandrum. Trivandrum, yeah. And you know Kochi. How do you know that? I know a bit about India. Okay, because you live there. I didn't go to Kerala. I just I went more to north. But because I meet a lot of Indian people, yes, I'm living in. I live in Trivandrum. Okay. In the capital city. Yeah. Yeah. Yeah, I had some friends who went there. How long you are practicing Hare Krishna? Since I grew up in a community, Hare Krishna community. You mean in this village? Yeah, in this village. But since I was 17, 18, I'm more seriously. I know I'm a monk. You can see. You're a monk, yeah. Orange clothes. Yeah. So, what did you inspire? How did you got inspired for this? Or is it because you lived in a community where more people? I think it was seeing other monks and seeing other people who were practicing this and seeing their contentment with just, serving selflessly, not, focusing so much on the career and but just really developing themselves as persons and also developing a relationship with Krishna. So that was so inspiring, and they were just there when they spoke, the way they acted was of a different caliber, and that inspired me to also take up that life. That's nice. It was a pleasure to meet you. Thank you so much. Yeah, what's your name? Shamsundar. Shamsundar. Okay. Yes. Your name? Mahin. പുള്ളിക്കാരൻ ഇവിടുത്തെ ഒരു മോങ്കാണ് കേട്ടോ. പുള്ളിക്കാരൻ ഈ കാണുന്ന വില്ലേജിൽ താമസിക്കുന്ന ആളാണ്. ഈ കാണുന്ന വില്ലേജിലുള്ള ആളുകളെല്ലാം ഹരേ കൃഷ്ണയുടെ ആളുകളാണ് കേട്ടോ. യു അണ്ടർസ്റ്റാൻഡ് സംതിങ്?
It's Malayalam. It's Malayalam. Yeah, perfect. Yeah. It's the hardest language in India. Yeah. It's very hard. I don't understand. I will see you again. Yes. I'll come and Yeah. maybe You can volunteer. come for lunch also if you like to have some. Maybe next time. Okay. Yeah. Thank you so much. ഇതാണ് നമ്മുടെ ഹരേ കൃഷ്ണയുടെ ഫൗണ്ടറാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ കാൽപാദം ആളുകൾ വന്ന് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടാണ്. പിന്നെ ഇവിടെ ആരതി നടക്കുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ആരതിയുടെ ടൈം ആകുമ്പോഴേ അവർ തുറക്കുള്ളൂ. ഇതാണ് കേട്ടോ നമ്മുടെ ആരതി. പിന്നെ ഇവിടെ കുറേ നല്ല മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ, പെയിൻറ്റിങ്ങുകളൊക്കെ ഉണ്ട്. മനോഹരമായിട്ടുള്ള ഇതൊക്കെ ഇവിടുത്തെ വില്ലേജിലുള്ള ആളുകൾ വരച്ചതാണ് കേട്ടോ. വില്ലേജിലുള്ള ആളുകളൊക്കെ തന്നെ ഇവിടുത്തെ ഹരേ കൃഷ്ണയുടെ ആളുകളൊക്കെ തന്നെയാണ്. അങ്ങോട്ടൊക്കെ ഇവിടെ ഇവരുടെ കിച്ചണ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ താമസിക്കുന്ന കുറേ ആളുകളുണ്ട് ഈ ഭാഗത്ത്. പുള്ളി ഇരുന്ന് ഭജന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന വില്ലേജിൻ്റെ പേര് ഇതാണ് കേട്ടോ, അൽമിക്സ് എന്നാണ് ഈ കാണുന്ന വില്ലേജിൻ്റെ പേര്. പിന്നെ ഇവിടെ നമ്മുടെ ഭഗവത്ഗീതാസൊക്കെ ഇവിടെ ദാണ്ടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഭഗവത്ഗീത ഇത് തമിഴിൽ, ദിസ് ഈസ് ഇൻ Tamil, Telugu, ദിസ് ഈസ് ഒഡിയ, ഗുജറാത്ത്, നോ മറാത്തി, Bengali. You are more cute than me. I'm not sure. I'm thinking. Malayalam? Yeah, this is Malayalam. Wow. This is my language. ഭഗവത്ഗീത കണ്ടില്ലേ, യഥാരൂപം മലയാളത്തിൽ ഇതാണ് കേട്ടോ. വാ, ഇവിടെ അവരുടെ ചെറിയൊരു They had Kajakatli, but ബേക്കറി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്കൊന്ന് ഫെസ്റ്റിവലിനുണ്ടായിരുന്നതാണ്. പിന്നെ കുറച്ച് ഡ്രസ്സിങ് സംഭവങ്ങളൊക്കെയാണ്. ഒരു ഷോപ്പ്, നമ്മുടെ ആപ്പിൾ സിഡർ വിനീഗർ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടുത്തെ ഗോശാല കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കുറേ പശുക്കളുണ്ട്. ഇതാ വലിയ വലിയ പശുക്കൾ. അവിടെ കുറേ പശുക്കളുണ്ട്. ഇസ് ദാറ്റ് ദ പ്ലേസ്, ദ ഗോശാല, ദ ബിൽഡിംഗ്? ഓ, ആ കാണുന്ന ചുവപ്പില്ലേ, അതാണ് ഇവരുടെ ഗോശാല ബിൽഡിങ്. ഇത് നമ്മളെ പശുവിനെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചും അവരുടെ നമുക്ക് പറ്റുമെങ്കിൽ ഇവർക്ക് ഡൊണേഷൻ കൊടുക്കാനുള്ള ഒരു ഇതൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഈ കാണുന്നതാണ് ഇവരുടെ ഗോശാല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. കണ്ടില്ലേ? ഓ, ദേ ഹാവ് നൈം ഫോർ ദ കൗസ്. ഹലോ. ഇവിടെ ഈ കാണുന്നത് വൈക്കോലൊക്കെയാണ് കേട്ടോ, ഇവരുടെ പശുവിനുള്ള വൈക്കോല്. ഇതൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്, ചാക്കിൽ കെട്ടിയിട്ടേക്കുന്നുണ്ടോ. ഇവിടെ ഓരോ കൗവിനും പേരുകളുണ്ട് കേട്ടോ. ഇവിടെ രാധ, ഇവിടെ രോഹിണി. പശുക്കളെല്ലാം പുറത്താണ്, ഇപ്പോൾ ക്ലീനിങ് ആണ്. ഇതിൻ്റെ പേര് ശിവ. ഇവിടെ വേറൊരു പശുവിൻ്റെ പേര് സെബാസ്റ്റ്യൻ ആണ് കേട്ടോ ഇവിടുത്തെ പശുവിൻ്റെ പേര്. ക്രിസ്ത്യൻ, ഐ തിങ്ക് ഇറ്റ്സ് എ ക്രിസ്ത്യൻ കൗ. സെബാസ്റ്റ്യൻ. ഇംഗ്ലീഷ് നെയിം. ഭീമ, നന്ദി. ബാക്കിയെല്ലാം നമ്മുടെ നാട്ടിലെ ലക്ഷ്മി, ലളിത. ഇവിടെ ദവാലി, ഇവിടെ ലീല. കുറേ കൗസ് ഉണ്ട് കേട്ടോ. നല്ല അന്തരീക്ഷമാണ് കേട്ടോ ഇവർ പശുവിന് കൊടുത്തിരിക്കുന്ന അന്തരീക്ഷമൊക്കെ. നല്ല അന്തരീക്ഷം, ഓപ്പൺ എയർ, കറക്റ്റ്, എല്ലാം നല്ല അത്യാവശ്യം വൃത്തിയുണ്ട്. ഹലോ. very old lady. അവൾ പട്ടിയെ കൊണ്ടുവന്നു കേട്ടോ, വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയകളാണ് കേട്ടോ. റെസിഡൻഷ്യൽ ഏരിയയിൽ പല ബിൽഡിങ്ങുകളാണ്. നമ്മുടെ ഒരു ഗവൺമെൻറ് ബിൽഡിങ്ങുകളൊക്കെ പോലെയല്ലേ, ക്വാർട്ടേഴ്സ് ബിൽഡിങ്ങുകളെ പോലെ തോന്നും. പഴയ കുറച്ച് പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. Vapogam. Yeah. Vapogam. Perfect. Let's go. How do you say in Swedish? Nu går vi. Nu går vi. That's good. How about in Latvian? I see it. I see it. I think I see it. Latvian language. Swedish Nigorvi. Nu går vi. സ്വീഡിഷ് ഭാഷയും നോർവീജിയൻ ഭാഷയൊക്കെ കുറച്ച് ക്ലോസറാണ്, സിമിലറാണ്. മാത്രമല്ല ജർമ്മനുമായിട്ടും കുറച്ച് അടുപ്പമുള്ള ഒരു ലാംഗ്വേജ് ആണ് കേട്ടോ. ഇറ്റ്സ് ആൾസോ സിമിലർ ടു ഡാനിഷ്, റൈറ്റ്? Swedish, yeah. സ്വീഡിഷ്, ഡാനിഷ്, ഡെൻമാർക്കിലെ ലാംഗ്വേജ്, പിന്നെ ഒരു ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ ആയിട്ട് ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. ബട്ട് ഫിൻലാൻഡ് എന്ന് പറയുന്നത് വേറൊരു ലാംഗ്വേജ് പോലെ നമുക്ക് തോന്നും. ഫിൻലാൻഡ് ഈസ് മോർ ക്ലോസ് ടു ഫിനിഷ്, മോർ ക്ലോസ് ടു Estonian or Russian? Finnish and Estonian. Also, it's more similar to Russian, right?
I wouldn't say so. You wouldn't say so. But then Latvian and Lithuanian, they are similar. More each similar other. to. Okay. And actually, Latvian and Lithuanian, many words are from Sanskrit. Sanskrit. Yeah, okay. It's an Indo-Aryan. Yeah, yeah. ധാരാളം സംസ്കൃത ഭാഷയിലുള്ളതാണ് കേട്ടോ. ലാറ്റ്വിയൻ, ലിറ്റ്വാനിയൻ എന്നാണ് അത് പറഞ്ഞത് വാക്കുകൾ. നമ്മളിവിടെ ഐസ്ക്രീം കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഈ ഒരു കാട്ടിൻ്റെ അകത്ത് അത് ഓക്കെ വന്നതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചതിനെയും കാട്ടി ആൾക്കാരുണ്ട് ഇവിടെ. ഇതാ ഒരു ചെറിയൊരു ഇവിടെ ബേക്കറിയാണോ ഈ കാണുന്നത്? Like a farm and garden around. ഓക്കെ. Greenhouse. ഗ്രീൻ ഹൗസസ്, നഴ്സറി ഒക്കെ കേട്ടോ. ഇവിടെ പ്ലാൻ നഴ്സറി ഒക്കെ ആ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. ഹിയർ റൈറ്റ്. നല്ല രസമുണ്ട് കേട്ടോ ഈ കാണുന്ന ഭാഗത്ത്. നമ്മുടെ ഐസ്ക്രീം വീട്ടിലോട്ട് വന്നിട്ടുണ്ട്, ഐസ്ക്രീം കടയിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ ആപ്പിൾ മരമാണ്, ആപ്പിൾ മരങ്ങൾ. എൻ്റെ അടുത്ത് സിന്ധി പറഞ്ഞത് ഇറ്റ്സ് എ ബെസ്റ്റ് ഐസ്ക്രീം. Yes. I will see, okay? I will see. Flavor is amazing. It's very, very rich in flavor. I will see. I mean, not like in India. Not like Indian food. No spicy. ഇത് കൊള്ളാമല്ലോ, നല്ല ലീഫല്ലേ. ഇതാണ് ഫേവറേറ്റ് അല്ല പ്രസിദ്ധമായിട്ടുള്ള ഇവിടുത്തെ ടേസ്റ്റി ഐസ്ക്രീം. ഇത് വാങ്ങാൻ വേണ്ടി ആൾക്കാരുണ്ടല്ലോ ഇവിടം വരെ. ഞാനൊരു കോൺ ഐസ്ക്രീം വാങ്ങിച്ചു. കൊള്ളാം കേട്ടോ. ഇറ്റ്സ് നൈസ്. Yeah. I like it. Cheers. ചിയേഴ്സ്. അങ്ങനെ ഐസ്ക്രീം കുടിച്ചിട്ട് ഞാനിതാ ഇവിടെ ഹൈവേയിലെ ഒരു 20 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് എൻ്റെ പെട്രോൾ സ്റ്റേഷനിൽ സിന്ധ്യ കൊണ്ടാക്കുവാണ്. അല്ലാഹ്ക്കറിയാം പഠിച്ചവനെ എനിക്ക് ലിഫ്റ്റ് കിട്ടുമോയെന്ന് കേട്ടോ. ഐ എം വെരി ഫിംഗേഴ്സ് ക്രോസ്ഡ്, യു നോ. ലെറ്റ്സ് സീ. Have you ever tried trucks? Trucks, it's very hard. They don't, yeah, no way. എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഇവിടെ കണ്ടപ്പോഴേ എൻ്റെ നെഞ്ചിടിക്കുന്നു. ഇവിടെ ജർമ്മൻസ് സോറി സ്വീഡിഷുകാർ മാത്രമേ ഉള്ളൂ എന്നാണല്ലോ. There's only Swedish people around. നമുക്ക് നോക്കാം. ഞാൻ ആരുടെയെങ്കിലൊക്കെ ചോദിച്ച് നോക്കട്ടെ റൈഡ് കിട്ടുമെന്ന്. ഞാൻ ബസ് ബുക്ക് ചെയ്തതാണ്, എന്നിട്ട് ബസ് ക്യാൻസൽ ചെയ്തു. There's a camper van. Okay. Thank you so much. Thank you. Thank It was you. nice to see you. We will Very eat ice cream in unbelievable. Kerala. Yep, definitely. Maybe kulfi or something. Yeah, or the Kerala ice cream. Oh, Kerala ice cream. I want to find what is Kerala ice cream. The definition for Kerala ice cream. You can find out before I come. Okay. Maybe I'll create one for you. Yeah, yeah. ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ. 2-3 ദിവസം കഴിയുമ്പോൾ 30 ഡിഗ്രിയൊക്കെ ഇവിടെ ആവും. ഭയങ്കര ചൂടാവാൻ വേണ്ടി പോവുകയാണെന്നാണ് കേട്ടത്. പിന്നെ പുറത്തിറങ്ങട്ടെ തൊപ്പി. ഓക്കെ, എനിക്ക് 2 ബനാനയും പിയേഴ്സൊക്കെ തരുവാണ് കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലൊരു പഴം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് എൻ്റെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് അവൾക്ക് പഴം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നാണക്കേടല്ലേ, അപ്പോൾ അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പഴം തരുവാ. I can't even put it on. You can try. Wait. Come on. Perfect. Cool. Yeah. I haven't traveled with this heavy, but yeah. Can be a good experience for your Even future didn't travel. walk so much. But